ഇപ്പൊ മീനാക്ഷി ഇപ്പൊ സിനിമേനേക്കാളും എല്ലാവർക്കും ഏറെ പ്രിയങ്കര മീനാക്ഷിയുടെ ആങ്കറിങ് ആണ് ടോപ് സിംഗർ എന്ന് പറയുന്നതില്. അപ്പൊ അതിന്റെ ഒരു വിശേഷങ്ങൾ പങ്കുവെക്കാമോ? ഷോ അങ്ങനെ നടക്കുന്നത് ഇപ്പൊ കുറെ നാളായിട്ട് ചെയ്യുന്ന ഷോ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും അമ്മമാർക്കും ഒക്കെ വീട്ടിലിരുന്ന് കാണാനും ഒക്കെ എളുപ്പമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഷോ എന്നും കാണുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെയുണ്ട് ആ കുട്ടിപ്പട്ടാളങ്ങളുടെ എനിക്ക് ഒന്നാമത് എനിക്ക് കുഞ്ഞീസിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ കൂടെ ഭയങ്കര രസമാണ്. അപ്പൊ പൊതുവെ നമ്മള് പണ്ടത്തെ മ്യൂസിക് ഷോ ആണെങ്കിലും ഡാൻസ് ഷോ ആണെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ട് വരാ പാടാ ജഡ്ജ് അഭിപ്രായം പറയാം. അതിന്നൊക്കെ വേറിട്ടിട്ട് ഭയങ്കര പിള്ളേര് ജഡ്ജസ് ഭയങ്കര നമ്മുടെ ജഡ്ജസ് ആണെങ്കിൽ തന്നെ എത്ര ചെറിയ ആൾക്കാർ പാടാൻ വരുന്നു അത്രയും നന്നായിട്ടും ഭയങ്കര കമ്പനി കൂടിയാ സംസാരിക്കുന്നത്. അതിപ്പോ നമ്മള് ഒരു ഡൗട്ടും വേണ്ട. കാരണം ഇത് ടേക്കിൽ മാത്രമാണോ ഇങ്ങനെയെന്നൊരു സംശയമേ വേണ്ട. അല്ല, അത് എപ്പോ പുറത്തിറങ്ങിയാലും ഞങ്ങള് പുറത്തിറങ്ങി നടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അത് അങ്ങനെ തന്നെയാ അവിടെ. ചില സംസാരം കേൾക്കുമ്പോ ഞാൻ ഇടയ്ക്ക് ഇപ്പൊ ടോപ്പ് സിംഗർ കാണുമ്പോൾ ഇവരിത് പ്ലാൻ ചെയ്ത് പറയുന്നത് അല്ല, ചെറുതുങ്ങളെല്ലാം അങ്ങനെ വന്ന് വർത്താനം പറയുന്നത് എല്ലാരും. അതിപ്പോ നമ്മൾ ഓഡീഷന് വരുമ്പോഴേ ഇങ്ങനെ ഭയങ്കര വർത്താനായിരിക്കും. അവര് പറയുന്നത് മീനാക്ഷി കിളി പോയിട്ട് ഇത് ശരിക്കും ഇല്ലില്ല, അവരങ്ങനെ വരുന്നോണ്ടാ നമുക്ക് അങ്ങനെ അത്ഭുതം വരുന്നത്. പ്ലാൻഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് അത്ര ആലോചിക്കേണ്ടി വരില്ല. ഇത് ശരിക്കും ഇങ്ങനെ പറയുന്നോണ്ടാണ് നമുക്ക് എന്താ പറയുന്നേ എന്നുള്ളൊരു തോന്നൽ. ഇപ്പൊ അതിലാണെങ്കിലും ഡേഞ്ചേട്ടനും കൂടെ വന്നപ്പോ വേറൊരു ലെവലായി. പിന്നെ ഡേഞ്ചേട്ടൻ പണ്ടേ ഇതില് ഡേഞ്ചേട്ടനെ ഒന്നും നമുക്കൊന്നും അഭിപ്രായം പറയാനേ ഇല്ല. ഇത് കഴിഞ്ഞിട്ട് വിളിക്കണം. ഒരിടം പറയുമ്പോ ഇരട്ടിയായിട്ട് തിരിച്ചു മറുപടി അറിയാലോ. ഇല്ല, അത് ഇപ്പൊ എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം അല്ലാതെ ഷോയിന് വേണ്ടി മാത്രം ഞങ്ങൾ സ്പെഷ്യലായിട്ട് അങ്ങനെ സംസാരിക്കുന്നൊന്നുമല്ല. ഞാൻ ഡേഞ്ചറിനാണെങ്കിലും പുറത്തിറങ്ങിയാലും അതുപോലെ തന്നെ അതേ പൊട്ടത്തരം തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത്. അതുകൊണ്ട് ഓക്കെ. അപ്പൊ ഇപ്പത്തെ നമ്മുടെ ഓഡിയൻസിന് ആണെങ്കിലും ഇപ്പൊ ഇറങ്ങിയ കുറെ മലയാളം മൂവീസ് ആണെങ്കിലും ഭയങ്കര വയലൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് മൂവീസ്. അപ്പൊ മീനാക്ഷിക്ക് എങ്ങനത്തെ മൂവി ചെയ്യണമെന്നാണ് ആഗ്രഹം? വയലൻസ്? എനിക്ക് എല്ലാ ടൈപ്പ് മൂവി ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക് വയലൻസ് ഇഷ്ടമാണ്. എല്ലാരും ഇവിടെ വന്നിട്ട് കുറെ വയലൻസ് ഭയങ്കര അങ്ങനെ ഇങ്ങനെ പറ, പക്ഷെ എനിക്ക് വയലൻസ് ഇഷ്ടമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം വയലൻസ് ഒക്കെ ഒരു മൂവിയിൽ കാണിക്കുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ടെക്നോളജി ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. കൊള്ളാം, നമ്മുടെ മലയാള സിനിമയിൽ ഇത്രയും എഫക്റ്റീവ് ആയിട്ടൊരു സാധനം കാണിക്കാൻ പറ്റാതെ നമുക്ക് കൊള്ളുക. അല്ലെങ്കിൽ ഒരു ഇമോഷൻ, ഒരു വയലൻസ് കാണിച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ, പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസ് ആണ് എനിക്കൊന്ന് ഏറ്റവും നല്ല ഓഡിയൻസ് ആരാ. കാരണം അവർ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല തരത്തിലുള്ളത് കേട്ടോ. ഇപ്പൊ ഒരു മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഏറ്റവും നന്നായിട്ട് അവർക്കറിയാം, മലയാളി ഓഡിയൻസിന് അറിയാം എങ്ങനെ, മലയാളി ഓഡിയൻസിന് അറിയാം എങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഫിലിം വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വയലൻസ് കാണിക്കേണ്ടത് എന്നുള്ളത് ഇപ്പം മൂവി മേക്കേഴ്സിനെ പോലെ തന്നെ അവർക്കും അറിയാം. കാരണം ഇത്രയും ടെക്നോളജി ഒക്കെ വന്നിരിക്കുന്ന സമയമാണ്. നമ്മള് പണ്ടൊക്കെ നോക്കുമ്പോ ചുമ്മാ കാണാ തിരിച്ചു പോവാം. പക്ഷെ ഇപ്പൊ അങ്ങനെ അഭിപ്രായങ്ങൾ വന്ന് തുടങ്ങി. ക്യാമറ ടെക്നിക്സ് അടക്കം അവര് വരാൻ തുടങ്ങി. അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ, ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ കാര്യത്തിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ ഓഡിയൻസ് അത്രയും അടിപൊളിയാണ്. മലയാളികൾ എങ്ങനെയാണ്. അപ്പൊ ആ ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് എപ്പോഴും ഇപ്പൊ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂവി സെലക്ട് ചെയ്യുമ്പോൾ ആലോചിക്കാറുണ്ടോ, അയ്യോ അവരെങ്ങനെ എടുക്കും, അങ്ങനെ ആലോചിക്കാറുണ്ടോ? അങ്ങനെ എടുക്കാറില്ല. നമുക്ക് നല്ലതെന്ന് തോന്നിയാ ചെയ്യാൻ. അപ്പൊ എങ്ങനെയും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ് അത്? ഇപ്പോഴും സിമ്പിൾ ഇന്നസെന്റ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണം? അങ്ങനെയൊന്നുമില്ല. വേഴ്സറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പൊ ലാലേട്ടന്റെ ഒപ്പം അഭിനയിച്ചല്ലോ, അതൊക്കെ ഭയങ്കര നോട്ടാണ്. ലാലേട്ടൻ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ അവരൊക്കെ ഒപ്പം അഭിനയിച്ചല്ലോ. അപ്പൊ ഇനി ആരൊപ്പം അഭിനയിക്കുന്നതാണ്? ഞാനൊരു പേര് മനസ്സിലാക്കുന്നത് മമ്മൂക്കന്റെ കൊടുത്ത് വരെ ഒന്നും ചെയ്തിട്ടില്ല ഫിലിം. അപ്പൊ അത് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ, ഭയങ്കര ആഗ്രഹമുണ്ട്. അയ്യോ, അല്ലാണ്ട് വേറെ ആരെങ്കിലും ഒപ്പം ചെയ്യണം അങ്ങനെ വേറെ ആരും ചിന്തിച്ചില്ല. ഈ പറഞ്ഞ മമ്മൂക്ക ഞാൻ ലാലങ്ങളുടെ കൂടെ ചെയ്യുമ്പോ നമുക്ക് ഓൾറെഡി ഉണ്ടാവല്ലോ മമ്മൂക്കന്റെ കൂടെ മൂവി ചെയ്യണം. അങ്ങനെ ഉണ്ട്. അങ്ങനെ. അതെ.